ഓമശ്ശേരിയുടെ വളർച്ചയോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു പേരാണ് 5 സ്റ്റാർ എന്ന ഈ അനാദി വണ്ടിയും അതുപോലെ തന്നെ അതിൻ്റെ ഓണർ അസീസ് ഖായും. ചരിത്രം ഒരുപാട് പറയാനുണ്ട് ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ ഈ വണ്ടിക്കും. 1992 ഈ വണ്ടി നിരത്തിലിറങ്ങിയത്. അന്നു മുതൽ ഓമശ്ശേരിയിലേക്ക് വലിയങ്ങാടിയിൽ നിന്നും ചരക്കുമായിട്ട് വരുന്ന ഒരു വാഹനമായിരുന്നു ഇത്. നിരവധി ഡ്രൈവർമാരും ക്ലീനർമാരും ഈ വാഹനത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി ജീവനക്കാരും ലോഡ് ഇറക്കാനും അതുപോലെ തന്നെ ലോഡ് കയറ്റാനുമായി നിരവധി ആളുകൾ അക്കാലത്തുണ്ടായിരുന്നു. നമുക്ക് ഈ വാഹനവും അതിന്റെ ചരിത്രവും ഒന്ന് കേൾക്കണ്ടേ? വർഷം ഒരാളുടെ കീഴിലുള്ള ഒരു വണ്ടിയാണിത്. അസീസ് ഖാൻ, നമ്മുടെ അസീസ് ഖാൻ, ഓമശ്ശേരിക്കാരൻ അസീസ് ഖാൻ 5 സ്റ്റാർ എന്ന് പറഞ്ഞാല് എല്ലാരും അറിയും. ഓമശ്ശേരിയില് അനാദി സാധനല്ലേ, അനാദി വണ്ടി എന്ന് പറയാതെ, അനാദി വണ്ടി എന്നതിന്റെ പേര്. പലചരക്ക് സാധനങ്ങൾ വലിയങ്ങാടിന്ന് ഓമശ്ശേരിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വണ്ടിയാണിത്. 33 വർഷം സർവീസ്. 1992 മുതൽ ഇപ്പോ 2025 വരെ സർവീസ് നടത്താണ്. ഇപ്പൊ എടുത്ത സാധനം എടുക്കുന്നത് വെസ്റ്റീലിന് ഓയിൽ മാത്രം. അപ്പോ അപ്പോ വലിയ ലാഭമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈ സർവീസ് ഇപ്പോഴും കൊണ്ടുനടക്കുന്നത്. ആ പഴയ ഓർമ്മക്ക് വേണ്ടിയിട്ട് ഈ വണ്ടി ഇപ്പോഴും അങ്ങനെ കൊണ്ടെടുക്കാണ്. ആഴ്ചയിൽ എത്ര ദിവസമുള്ളത്? ആഴ്ചയിൽ ഇപ്പൊ ഒരാഴ്ചയല്ലോ, ആഴ്ചയിൽ എല്ലാ ദിവസവും പോകണ്ടേ. ഇപ്പൊ അങ്ങോട്ട് കൊപ്പരല്ലാത്തതും കൊണ്ട് ഇപ്പൊ ആഴ്ചയിൽ ഒരാഴ്ച അങ്ങോട്ട് പോകുമ്പോ കൊപ്പരയും കൊണ്ടുപോകും, അങ്ങോട്ട് വരുമ്പോ പലചരക്ക് എടുത്തു പോകും. അങ്ങനെ ഇല്ലാത്ത സിസ്റ്റം. അപ്പൊ ഇതിന്റെ കീഴിൽ ഒരുപാട് പണിക്കാരന്ന് ഒരുപാട് ഡ്രൈവർമാരുണ്ട് ഓമശ്ശേരിയിലെ. സാധനം ഇറക്കാൻ ലോഡി ഇറക്കാനും കുടിക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലേ. അപ്പൊ ഭയങ്കര ഒരു ചരിത്രം തന്നെയാണ് ഈ വണ്ടിൻ്റെത്. ഇപ്പൊ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ഈ ഒരു രീതിയിലുള്ള ഒരു വണ്ടി ഇപ്പൊ ഉണ്ടോ എന്നുള്ള സംശയമാണ്. പുതിയ സിസ്റ്റം, സർക്കാരിന്റെ പുതിയ ബ്രേക്ക് എടുക്കുന്ന സിസ്റ്റങ്ങളും ബാക്കിയുള്ളതൊക്കെ വന്നപ്പോ ഒരുപാട് പൈസ അധികം എടുക്കണ്ടേ ഈ വണ്ടി ഇങ്ങനെ ഇതാക്കാൻ, ബ്രേക്ക് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ? അതെ, പുതിയ ചെല്ലാനെടുക്കുന്ന ഫിറ്റ്നസിന് 3000 രൂപയാണ് ഇപ്പൊ പറയുന്നത്. 23,000 രൂപ. അപ്പൊ അങ്ങനെയൊക്കെ പൈസ കൊടുത്തിട്ട് ഈ വണ്ടി ഇങ്ങനെ മുതലാകും നിങ്ങൾക്ക്? പണ്ട് നമുക്കൊരു ഓർമ്മ, ഇതിനു വേണ്ടിയാണ് വെച്ചോണ്ടിരിക്കണത്, അങ്ങോട്ട് കൈയൊഴിയാൻ തോന്നില്ല. 5 സ്റ്റാർ അന്നൊന്നും ഒരേ പേര് തന്നെയല്ലേ? 5 സ്റ്റാർ തന്നെയല്ലേ? ഒറ്റ പേരിലല്ലേ? വലിയ പേരാത് 5 സ്റ്റാർ എന്ന് പറഞ്ഞ വണ്ടി കാണുമ്പോ എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മ ഉണ്ട്. സാധനം കൊണ്ട് വരുമ്പോ നല്ലൊരു പേരാത് 5 സ്റ്റാർ കാണുന്നത്. ഈ വണ്ടിന്റെ നമ്പർ പ്ലേറ്റ് അതുപോലെ തന്നെ ചങ്ങല കാര്യങ്ങള്, മറുകാട്, ഇതൊക്കെ 30 വർഷം ബാക്കുണ്ട്. യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അത്രയ്ക്ക് അന്ന് നല്ല സ്റ്റീലിൽ ഉണ്ടാക്കിയ സാധനം ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ വണ്ടിയൊന്നും ഈ ഒരു കണ്ടീഷനിൽ ഒരു 10 കൊല്ലം ഏറെ 10 കൊല്ലം ആകുമ്പോഴത്തേനെല്ലാം ഏകദേശം തീരും വണ്ടികളൊക്കെ. ഒക്കെ അല്ലേ, ഒക്കെ സ്റ്റീല്. അത് തകിടില്ലേ?